അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നുള്ള സൂചനകളാണ് ഇന്ന് രാവിലെ വന്നുകൊണ്ടിരുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രം ഏറെക്കുറെ തയ്യാറായിട്ട് ഉണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇത് വ്യക്തമാക്കിയത്. അത് മാത്രമല്ല, ഈ സുപ്രധാന കപ്പൽപാത ഹോർമൂസ് കടലെടുക്ക് അത് അടച്ചുപൂട്ടിയത് ആഗോള എണ്ണ ഊർജ്ജ വിപണികളെയൊക്കെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഉരുത്തിരിയുന്ന ഈ സമാധാന കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പാത വീണ്ടും തുറക്കുവാൻ പറ്റുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. കരാറിൽ ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ട്. അതിന് പുറമെ മറ്റെന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. കരാറുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ വിവരങ്ങളും അതുപോലെ മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അത് വൈകാതെ തന്നെ പ്രഖ്യാപിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഒരുപക്ഷെ ഇന്ന് മാധ്യമപ്രവർത്തകരുമായിട്ട് വൈകുന്നേരം ഡൊണാൾഡ് ട്രംപിന്റെ ഒരു കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ വൈറ്റ് ഹൗസിൽ വെടിവെപ്പും ഒക്കെ വൈറ്റ് ഹൗസിന് പുറത്ത് നടന്നതും ഈ മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള കൂടിക്കാഴ്ച ക്യാൻസൽ ആക്കിയതും. അതുകൊണ്ട് കൃത്യമായിട്ട് എന്താണെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നില്ല. എന്നാൽ ഇറാന്റെ വാർത്താ ഏജൻസി ഫാർസ് ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ചർച്ച ചെയ്യുന്ന കരാർ പ്രകാരം ഈ ഹോർമൂസ് കടലെടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന് തന്നെയായിരിക്കുമെന്നാണ്. യുദ്ധം അവസാനിപ്പിക്കുവാൻ തികച്ചും വളരെ സമഗ്രമായിട്ടുള്ളൊരു കരാർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നെന്ന് പാകിസ്ഥാനും പറയുന്നുണ്ട്. എന്നാൽ ഇതിന്റെ കൃത്യമായിട്ട് ആര് പറയുന്നതാണ് ശരി എന്നുള്ളത് അറിയാനായിട്ട് വരും മണിക്കൂറുകൾ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു.